അജീഷ്, ഈ ഈ കൃത്യം നടത്തുമ്പോൾ ചുറ്റിക മാത്രമായിരുന്നോ അഫാൻ ഉപയോഗിച്ചിരുന്നത്? അങ്ങനെയെങ്കിൽ കരുതിക്കൂട്ടി ചുറ്റിക കയ്യിൽ കരുതുകയായിരുന്നോ? എന്താണ് ഇതേക്കുറിച്ച് പോലീസ് പറയുന്നത്? മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു? ഇതേക്കുറിച്ചൊക്കെ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? പോലീസ് പറയുന്നത് ഈ എല്ലാ കൊലപാതകത്തിനും ഒരേ ആയുധമാണ് ഉപയോഗിച്ചിരുന്നതിൽ വ്യക്തത കുറവുണ്ട്. അതായത് ഈ സൽമാ ബീവിയെ കൊലപ്പെടുത്തുമ്പോൾ ഇയാൾ മറ്റ് എന്തെങ്കിലും ആയുധമാണ് ഉപയോഗിച്ചിരുന്നൊരു സംശയമുണ്ട്. അതിനുശേഷമാണ് ഇയാൾ ചുറ്റിക വാങ്ങുന്നത്. ഇത് ഈ വീടിനടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് വാങ്ങിയതെന്നാണ് പറയുന്നത്. ഈ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയത് ഈ ചുറ്റിക ഉപയോഗിച്ചല്ല എന്നാണ് പോലീസ് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലിലെത്തിയിരിക്കുന്നത്. മറ്റേതോ ആയുധം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അതായത് ഈ സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നത് ചുറ്റിക തന്നെയാണ്. ആ ചുറ്റിക ഈ വീടിനകത്ത് നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. അത് ഉപേക്ഷിച്ചതിന് ശേഷം അയാൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പോയിട്ടുള്ളത്. ആ കാര്യത്തിൽ പോലീസ് ഏതാണ്ട് അതായത് ഈ ഉമ്മുമ്മയെ, അതായത് ബാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചത് മറ്റെന്തോ ആയുധമാണ്. അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനി കല്ലറപ്പാങ്ങോടുള്ള ആ വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ മാത്രമാണ് ആ ആയുധത്തെക്കുറിച്ച് പോലീസിന് വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ടാണ് അതിൽ ഒരു വ്യക്തത വരാത്തത്. ബാക്കിയുള്ള 4 പേരെയും കൊലപ്പെടുത്തിയത് ചുറ്റിക ഉപയോഗിച്ചിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അമ്മയെ രാവിലെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം ഈ വീട്ടിൽ നിന്ന് പോയി ആദ്യം നേരെ പോയത് ഈ ബാപ്പയുടെ ഉമ്മയുടെ വീട്ടിലാണ്. ആ സമയത്ത് അവിടെ കിട്ടിയ ചില വിവരങ്ങൾ കൂടി ഷഫീദ് റാവുത്തർ നൽകുന്നുണ്ട്. സൽമ ബീവിയുടെ കയ്യിൽ, അതായത് ഈ പിതാവിന്റെ മാതാവിന്റെ കയ്യിൽ 4 പവനോളം വരുന്ന മാലയുണ്ടായിരുന്നു. 2 ആഴ്ച മുൻപ് പ്രതി സൽമ ബീവിയോട് ആ മാല ചോദിച്ചു, നൽകിയില്ല. അതിനുശേഷം ആ മാല ഒരു മകൾക്ക് നൽകി സൽമ ബീവി. ഇന്നലെ പ്രതി പാങ്ങോടെത്തി വീണ്ടും കഴുത്തിൽ നോക്കിയപ്പോൾ മാല കഴുത്തിൽ ഉണ്ടായിരുന്നില്ല. കൊലപാതകം നടത്തിയതിനു ശേഷം സൽമ ബീവിക്ക് ഏറ്റവും അടുത്ത സ്നേഹമുള്ള മകനാണ് ലത്തീഫ് എന്നും ലത്തീഫിനാണ് മാല നൽകിയെന്നും വിചാരിച്ചാണ് ലത്തീഫിന്റെ വീട്ടിലേക്ക് പ്രതി എത്തി അവരെ, ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത്. പ്രതിക്ക് അത്യാവശ്യമായി പണം വേണമായിരുന്നു. ഇന്നലെ ആദ്യ കൊലപാതകം 11 മണിക്കും 2 മണിക്കും ഇടയിൽ നടത്തിയെന്നാണ് പ്രാഥമിക വിവരം. ഇത്രയും വിവരങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതുതായി ഷഫീദ് റാവുത്തർ നൽകുന്നുണ്ട്. പോലീസ് ഫോറൻസിക് സംഘം ഗോകുലം മെഡിക്കൽ കോളേജിൽ എത്തിയെന്ന വിവരവും വരുന്നുണ്ട്. അജീഷ്, തുടർന്നോളൂ. അസ്മിത, എന്തായാലും നമ്മൾ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അതായത് രാവിലെ 10 മണിക്കും വൈകിട്ട് 6 മണിക്കും ഇടയിലാണ് ഈ കൊലപാതകങ്ങളുടെ ഒരു സംഭവങ്ങൾ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 11 മണിക്ക് ആദ്യ കൊലപാതകം നടത്തുന്നത് ഈ സൽമാ ബീവിയെയാണ്. ഈ 11 മണിക്ക് ഈ പ്രതി ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ചിട്ടാണെങ്കിൽ 11 മണിക്ക് ഈ സൽമാ ബീവിയുടെ കല്ലറപ്പാങ്ങോട്ടേക്കുള്ള വീട്ടിൽ ഇയാൾ എത്തുന്നു. അവിടെ ഇയാൾ കഴുത്തിൽ മാലയുണ്ടോ എന്ന് നോക്കുന്നു. 4 പവനോളം തൂക്കം വരുന്ന മാലയാണിത്. ഈ പറയുന്ന പോലെ 2 ആഴ്ച മുമ്പ് ഈ മാലയെ ചോദിച്ചിരുന്നു. കാരണം ഇയാൾക്ക് സാമ്പത്തിക ആവശ്യങ്ങളുണ്ടായിരുന്നു. ഈ മാല ചോദിച്ചിരുന്നു, പക്ഷേ നൽകിയിരുന്നില്ല. അത് മകൾക്ക് നൽകിയെന്നായിരുന്നു ഈ സൽമാ ബീവി പറഞ്ഞിരുന്നത്. പിന്നീട് ഈ മൂത്ത മകൻ ലത്തീഫിനോടായിരുന്നു ഈ സൽമാ ബീവിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ഇയാൾക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് ഈ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ ലത്തീഫിൻ്റെ വീട്ടിലേക്ക്, ഇവിടുന്ന് ഏതാണ്ട് 9 കിലോമീറ്റർ മാരെയുള്ള ചുള്ളാളത്തുള്ള ലത്തീഫിൻ്റെ വീട്ടിലേക്ക് ഇയാൾ പോയതെന്നും പോലീസ് അനുമാനിക്കുന്നുണ്ട്. ആ മാല കൈക്കലാക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ അങ്ങോട്ടേക്ക് പോയത്. അവിടെ എത്തിയപ്പോഴും ഈ മാല ഇയാൾക്ക് കിട്ടിയിരുന്നോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും അവിടെ പോയതിന് ശേഷമാണ് ഈ ലത്തീഫിനെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാഹിദയും കൊലപ്പെടുത്തുന്നത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ ഇത് ഏതാണ്ട് ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ കാര്യങ്ങളാണ് ഷഫീദ് പങ്കുവച്ചിരുന്നത്. തുടർന്നാണ് അതായത് പ്രതിക്ക് ഈ പണം അത്യാവശ്യമുണ്ടായിരുന്നു. അത് ഈ പെൺസുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ഇയാൾ പണം വാങ്ങിയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇയാൾ പെൺസുഹൃത്തുമായിട്ടും പണം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ തമ്മിൽ മറ്റു തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇയാൾ വിളിച്ച ഉടനെ പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങി സ്വന്തം ഇയാളുടെ വീട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഈ ആദ്യ കൊലപാതകം 11 മണിക്കും 2 മണിക്കും ഇടയിൽ നടത്തിയെന്നുള്ളൊരുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം ഏറ്റവും അവസാന കൊലപാതകം നടന്നത് 6 മണിക്ക് മുന്നോടിയായിട്ടാണ്. അതായത് 6 മണിക്ക് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തും. അതിന് മുന്നോടി ഏതാണ്ട് 5 മണി ആ സമയത്താണ് അവസാന കൊലപാതകം. ഈ സഹോദരൻ, ആ 13 വയസ്സ് മാത്രം പ്രായമുള്ള അഫ്സാനെയും കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം. എന്തായാലും കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ, ഇയാളുടെ ചോദ്യം ചെയ്താൽ കൂടി മാത്രമേ ഇതിൽ ഏതാണ്ട് ഒരു പൂർണ്ണമായിട്ടൊരു വ്യക്തത വരുത്തിയുള്ളൂ. ആദ്യത്തെ കൊലപാതകം നടത്തിയത് എത്ര മണിക്കാണ്, എന്തിനാണ് ബാപ്പയുടെ ഉമ്മയുടെ കാണാനായി അങ്ങോട്ട് പോയത്, മാല വാങ്ങാൻ തന്നെയാണോ പോയത്, മാല കിട്ടാത്തതിനുള്ള വൈരാഗ്യമാണോ ബാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്താനുള്ള കാരണം, അതിനുശേഷം ലത്തീഫിനെ കാണാൻ പോയതും ഈ മാലയ്ക്ക് വേണ്ടിയാണോ എന്നുള്ളടക്കമുള്ള വിവരങ്ങൾ ഇനി എന്തായാലും അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.